ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുറേനിയം നശിപ്പിക്കുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറി നശിപ്പിക്കും, അല്ലെങ്കിൽ ഇറാന്റെ സഹകരണത്തോടെയും ഏകോപനത്തോടെയും അവിടെ വെച്ചോ അതല്ലെങ്കിൽ ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ മറ്റൊരു സ്ഥലത്ത് വെച്ചോ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി കമ്മീഷന്റെയോ അതിന് തുല്യമായ മറ്റ് ഏജൻസികളുടെയോ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു കളയും. ഒന്നുകിൽ മികച്ചൊരു കരാർ, അല്ലെങ്കിൽ കരാറേയില്ല എന്ന നിലപാടിലാണ് താനെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാറിലെ തർക്ക വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനായി നിലവിൽ ഇറാനിയൻ പ്രതിനിധി സംഘം ഖത്തറിലെ ദോഹയിൽ ചർച്ചകൾ നടത്തിവരികയാണ്. ഇതിനിടെ ദക്ഷിണ ഇറാനിൽ യുഎസ് സൈന്യം സ്വയരക്ഷാർത്ഥം എന്ന് വിശേഷിപ്പിച്ച് നടത്തിയ പുതിയ വ്യോമാക്രമണം സമാധാന ചർച്ചകളുടെ ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് രാജ്യം വഴങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ശത്രുക്കളുടെ അമിതമായ ആവശ്യങ്ങൾക്ക് രാജ്യം കീഴടങ്ങില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇറാന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നും ഒരു സാഹചര്യത്തിലും വിദേശ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് രാജ്യം കീഴ്പ്പെടില്ല എന്നും പറഞ്ഞു. ബലപ്രയോഗത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്ന് കരുതുന്നത് വെറുമൊരു മിഥ്യാബോധം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവും തർക്കങ്ങളും ആഗോള എണ്ണ വ്യാപാരത്തെ ബാധിക്കാതിരിക്കുവാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് യുഎസ് വ്യക്തമാക്കി. ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം ഏത് വിധേനയും തടസ്സമില്ലാതെ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകി. ഹോർമൂസ് കടലിടുക്ക് ഏത് വിധേനയും തുറന്നിരിക്കണം, അത് തുറക്കുക തന്നെ ചെയ്യും. അവിടെ ഇപ്പോൾ നടക്കുന്നത് ലോകത്തിന് അംഗീകരിക്കുവാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണെന്ന് ജയ്പൂരിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ റൂബിയോ വ്യക്തമാക്കി. എങ്കിലും യുഎസ് ആക്രമണങ്ങൾക്കിടയിലും ഏതാനും ദിവസങ്ങൾക്കകം ഇറാനുമായി ഒരു സമാധാന കരാറിലെത്തുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.